വിവരങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് സ്ഥിരീകരിക്കുന്ന വിവരങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് നമുക്ക് പങ്കുചേരാം. KP അഭിലാഷിലേക്ക് ഞാൻ വീണ്ടും പോവുകയാണ്. അഭിലാഷ്, ഇപ്പോൾ ശശി സൂചിപ്പിച്ചതുപോലെ ഈ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം, ഈ പത്തനംതിട്ടയിൽ നിന്ന് ഒരുപാട് പേർ അവിടെ ജോലി ചെയ്യുന്നു. നേരത്തെയും KP സൂചിപ്പിച്ചു. കൂടുതൽ കണക്കുകൾ വരുമ്പോൾ അതിൽ ഇനിയും മലയാളികൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കാം. പക്ഷെ അപ്പോഴും ഈ അപകടത്തിൻ്റെ ഒരു തീവ്രത അത് അതിഭീകരമാണ്. ഈ കുവൈറ്റ് സർക്കാർ വളരെ ശക്തമായി നടപടിയെടുക്കുന്ന സർക്കാരാണ്. പ്രത്യേകിച്ചും ഈ ഔദ്യോഗികമായിട്ടുള്ള കൃത്യമായിട്ടുള്ള രേഖകളൊക്കെ പാലിച്ച് തന്നെ കെട്ടിടത്തിൽ താമസം ഉൾപ്പെടെ അനുവദിക്കൂ, അങ്ങനെ എല്ലാ നടപടിക്രമങ്ങളും പാലിക്കുന്ന ഒരു ഇടത്ത് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചു. എന്തൊക്കെയാണ് സർക്കാർ തലത്തിൽ ഉണ്ടാകുന്ന ഇടപെടലുകൾ, നടപടികൾ എന്തൊക്കെയാണ് കുവൈറ്റ് എടുത്തിട്ടുള്ളത്? എൽദോ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മലയാളിയായ KJ എബ്രഹാമിൻ്റെ ഉടമസ്ഥതയിലുള്ള NBTC എന്ന കമ്പനിയുടെയും അതോടൊപ്പം തന്നെ ഹൈവേ സൂപ്പർ മാർക്കറ്റ് എന്ന സ്ഥാപനത്തിലെയും ജീവനക്കാരാണ് ഈ ഫ്ലാറ്റ് സമുച്ചയത്തിൽ താമസിച്ചിരുന്നത് എന്നതാണ്. KJ എബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ, നമുക്ക് ഡേറ്റകൾ പരിശോധിക്കുമ്പോൾ 22ാമത്തെ വയസ്സിൽ ഈ വിദേശത്ത് എത്തുകയും പിന്നീട് പതിറ്റാണ്ടുകളായി അവിടെ തുടരുകയും ചെയ്യുന്ന വ്യവസായിയാണ്. വലിയ വ്യവസായിയായി വളർന്ന ഏതാണ്ട് 4000 കോടി രൂപയുടെ അസറ്റ് ഉള്ള വിവിധ മേഖലകളിൽ ഉൾപ്പെടെ കൺസ്ട്രക്ഷൻ, റിയൽ എസ്റ്റേറ്റ്, ഹോട്ടൽ, ലോജിസ്റ്റിക്സ്, അങ്ങനെ വിവിധ മേഖലകളിൽ ഉൾപ്പെടെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ഒരു വ്യവസായി കൂടിയാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഈ പ്രവാസി എന്ന നിലയിൽ ഒരു വ്യവസായിയോട് നമുക്കറിയാം, പലപ്പോഴും ഈ ഗൾഫ് രാജ്യങ്ങൾ വലിയ തോതിൽ അവരുമായി മികച്ച സൗഹൃദം, പ്രത്യേകിച്ച് മലയാളി വ്യവസായികളുമൊക്കെയായി മികച്ച സൗഹൃദം പുലർത്തുന്ന സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ നിയമം കർശനമായി പാലിക്കപ്പെടുന്ന രാജ്യം കൂടിയാണ്. ഇവിടെ ഇപ്പോൾ ഈ സ്പോൺസറും ഈ ബിൽഡിങ്ങിൻ്റെ ഓണറും ഒരാൾ തന്നെ ആയിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്പോൺസറിൽ നിന്ന്, ഈ ബിൽഡിംഗ് ഓണറിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ചറിയുമ്പോൾ മാത്രമാണ് ഏതെങ്കിലും തരത്തിൽ അനധികൃതമായോ അല്ലെങ്കിൽ നിയമവിരുദ്ധമായോ കെട്ടിടം പ്രവർത്തിച്ചിരുന്നോ എന്നതിൽ വ്യക്തത കൈവരികയുള്ളൂ. അതിനപ്പുറത്ത് നമുക്കറിയാം, ലേബർ ക്യാമ്പുകളിൽ കൂടുതൽ ആളുകൾ ചെറിയ പ്രദേശത്ത് തിങ്ങിപ്പാർക്കുന്ന സാഹചര്യം ഉണ്ട്. അത് അനുവദനീയവുമാണ്. അങ്ങനെ ഉള്ള കെട്ടിടത്തിൽ തന്നെയാണ് ഇവർ താമസിച്ചിരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ അപകടത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നത് ഈ എയർ കണ്ടീഷൻ സംവിധാനമടക്കം റൂമുകൾക്ക് നൽകിയിരുന്നു. അങ്ങനെ തൊഴിലാളികൾക്ക് ഒരു തരത്തിലുമുള്ള ബുദ്ധിമുട്ടും നേരിടാത്ത തരത്തിലുള്ള സൗകര്യങ്ങളാണ് ഒരുക്കി കൊടുത്തിരുന്നത് എന്നതാണ് ഇപ്പോൾ ഈ ബിൽഡിംഗ് ഓണർമാരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന പ്രതികരണം. അതോടൊപ്പം ഇത്രമേൽ ക്രെഡിബിലിറ്റി ഉള്ള വ്യവസായിയും അദ്ദേഹത്തിൻ്റെ സ്ഥാപനവുമൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ അനധികൃതമായോ അല്ലെങ്കിൽ നിയമവിരുദ്ധമായോ ആണ് ഇത് പ്രവർത്തിച്ചിരുന്നത് എന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കില്ല. ആ സാധ്യത തള്ളിക്കളയാനും ആകില്ല. എന്തായാലും മലയാളി ആയതുകൊണ്ട് തന്നെ ഈ നിരണം, തിരുവല്ല ഉൾപ്പെടെയൊക്കെയുള്ള മേഖലകളിൽ നിന്ന് ഉള്ള മലയാളികൾ ആണ് അധികവും ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്നത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ആവർത്തിച്ച് പറയേണ്ടി വരുന്നത്, 41 ഇന്ത്യക്കാർ മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിൽ കൂടുതൽ മലയാളികൾ ഉണ്ടാകുവാനുള്ള സാധ്യത നമ്മൾ ആഗ്രഹിക്കുന്നത് അങ്ങനെ ആകരുത് എന്നാണ്. എങ്കിൽ പോലും പ്രവാസികളിൽ അധികവും മലയാളികൾ ആണ് എന്ന് നമുക്കറിയാം. കുവൈറ്റ് പോലുള്ള രാജ്യത്ത് മലയാളിയായ ഒരു ബിസിനസ്സുകാരൻ്റെ സ്ഥാപനത്തിൽ സ്വാഭാവികമായും മലയാളികൾ അധികമായി ഉണ്ടാകും. അതിൽ തന്നെ പതിറ്റാണ്ടുകളായി സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർ ഉണ്ട്. ഏറെ നാളാകാതെ കുവൈറ്റിലേക്ക് എത്തിയ മലയാളികൾ ഉൾപ്പെടെ ഉള്ളവർ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ എത്ര മലയാളികൾ എന്നത് തന്നെയാണ് നമുക്ക് ആശങ്കയുണ്ടാക്കുന്നത്. പക്ഷേ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ 41 ഇന്ത്യക്കാർ എന്നതാണ് വലിയ വെല്ലുവിളിയായി മാറിയിട്ടുള്ളത്. ഇവരെ എല്ലാവരെയും തന്നെ തിരിച്ചറിയേണ്ടതുണ്ട്. കേരളത്തിന് പുറത്തെ ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ നിന്ന് ഉള്ളവർ ആണ് ഈ മരണപ്പെട്ടത് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. അതിനുള്ള ബുദ്ധിമുട്ടാണ് ഇപ്പോൾ നേരിടുന്നത്. അതുകൊണ്ടാണ് DNA പരിശോധന നടത്തേണ്ടതുണ്ട്. എങ്കിൽ അങ്ങനെ നടത്തി മൃതദേഹം തിരിച്ചറിയും എന്ന് കീർത്തിവർദ്ധൻ സിംഗ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അതോടൊപ്പം ഈ മൃതദേഹം എങ്ങനെ നാട്ടിലേക്ക് എത്തിക്കാം എന്നത് സംബന്ധിച്ച ചർച്ചകളും പുരോഗമിക്കുന്നുണ്ട്. മൃതദേഹം അവിടെ സാങ്കേതികമായ മറ്റ് നടപടിക്രമങ്ങൾ, അതായത് കുവൈറ്റ്
എന്ന രാജ്യത്തെ ഇത്തരത്തിലൊരു അപകടമുണ്ടായാൽ അവിടെ ഉണ്ടാകുന്ന സാങ്കേതികമായ നടപടിക്രമങ്ങൾ, നിയമപരമായ നടപടിക്രമങ്ങൾ, അന്വേഷണവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതിനുശേഷം മൃതദേഹം ഇന്ത്യയിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അതിന് എന്താണ് ചെയ്യേണ്ടത്, പ്രത്യേക വിമാനത്തിൽ ആണോ ഈ മൃതദേഹം എത്തിക്കേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്. അങ്ങനെ എത്തിക്കുന്ന മൃതദേഹം അതിപ്പോൾ എവിടെയുള്ള ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ളവരാണോ അധികം മരണപ്പെട്ടിട്ടുള്ളത് എങ്കിൽ എവിടേക്കാണ് മൃതദേഹം എത്തിക്കേണ്ടത്, എത്തിച്ച ശേഷം എങ്ങനെയാണ് ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കേണ്ടത്, ഇത്തരം കാര്യങ്ങൾക്കിപ്പോൾ കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ടിരിക്കുന്നു. അതായത് ഈ അംബാസഡറുമായി ഇത്തരം ആശയവിനിമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് അല്പസമയം മുമ്പ് കൂടി വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ള പ്രതികരണം. എല്ലാ നടപടികളും ഏകോപിപ്പിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ മലയാളികൾ ആരൊക്കെ എന്നത് തന്നെയാണ് നമുക്ക് ആശങ്ക വർദ്ധിപ്പിക്കുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്ന ഒന്നല്ല എങ്കിൽ കൂടിയും നമുക്ക് ആവർത്തിച്ച് പറയേണ്ടത് ഈ മരണസംഖ്യ ഇനിയും ഉയരാൻ, അതായത് മരിച്ചവരുടെ പട്ടികയിലേക്ക് കൂടുതൽ മലയാളികൾ, നമുക്കറിയാമല്ലോ അല്പസമയം മുമ്പ് പത്തനംതിട്ടയിൽ നിന്ന് ശശിനാരായണൻ നൽകിയ റിപ്പോർട്ട്, അതിൽ തന്നെ ഒരു മരണം അല്പസമയം മുമ്പാണ് ബന്ധുക്കളെ അറിയിച്ചത് എന്നുള്ളതാണ്. നമുക്ക് അങ്ങനെ മാത്രമേ ഈ മലയാളികളുടെ ഒരു ലിസ്റ്റ് കൃത്യമായി പുറത്തുവിടാൻ സാധിക്കുകയുള്ളൂ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അപകടത്തിൽപ്പെട്ടവരുടെ അല്ലെങ്കിൽ മരണപ്പെട്ടവരുടേത് എന്ന സൂചനയിൽ നിന്ന് നിരവധി മലയാളികളുടെ പേരുകൾ ഇനിയും കാണുന്നുണ്ട്. പക്ഷേ അത് നമുക്ക് കുവൈറ്റ് അധികൃതർ സ്ഥിരീകരിക്കാതെ പുറത്തുവിടാൻ പറ്റില്ല. ഒപ്പം പരിക്കേറ്റവരുടെ പട്ടികയിലും മലയാളികളുടെ പേര് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ 5 പേർ ഗുരുതരാവസ്ഥയിലാണ് എന്ന വാർത്ത പുറത്തു വരുമ്പോൾ അതിലും മലയാളികൾ ഉണ്ടാകാതിരിക്കട്ടെ. വ്യക്തമാണ്. എന്നാലും ഈ കൂടുതൽ കണക്കുകൾ അത് ആശങ്കപ്പെടുന്ന തരത്തിൽ ഉയരാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുക മാത്രമാണ് നമുക്ക് ചെയ്യാൻ കഴിയുക. ഞാൻ ശരണ്യയിലേക്ക് കടന്നു പോകുന്നുണ്ട്.